ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു അടിപൊളി ഷവർമ ഉണ്ടാക്കി നോക്കിയാലോ. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലെ നമ്മൾ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് മൈദ കുഴച്ച് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദ കുഴച്ചിട്ട് നമുക്ക് കുറച്ച് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കണില്ല കേട്ടോ. വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കിയിട്ട് നമുക്കത് ഒരു പാനിൽ 1-2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മുരിയിച്ചെടുക്കാം. നല്ല മുരിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഇതവിടെ മുരിഞ്ഞ് വരട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് ഒരു മയോണൈസ് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഷവർമയ്ക്ക് മയോണൈസ് വേണമല്ലോ, അത് അടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 കോഴിമുട്ടയ്ക്ക് 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരടപ്പ് വിനാഗിരി, പാകത്തിന് ഉപ്പും ഒരു തരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ കുറച്ച് ഒഴിച്ചിട്ടാണ് മയോണൈസ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓയിൽ എടുക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ സാധാ ഓയിൽ വെച്ചിട്ട് ഉണ്ടാക്കാം, പക്ഷേ സൺഫ്ലവർ ഓയിലാവും ഒന്നും കൂടി നല്ലത്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച പച്ചക്കറിക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ അതിലേക്ക് ഇടുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മയോണൈസും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ എടുത്ത പച്ചക്കറി എന്ന് പറഞ്ഞത് കാബേജ്, ഒരു ചെറിയൊരു കാബേജിൻ്റെ കഷ്ണം, ഒരു വലിയ കുക്കുംബറും, പിന്നെ ആവശ്യത്തിന് ക്യാരറ്റ്, സവാളയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് മൈദ പരത്തിയത് ഒന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ ഒക്കെ ചുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഷവർമ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചുട്ട് വെച്ചിട്ട് ഒന്നെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമ്മുടെ ആ കൂട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ശരിയാക്കാം. അപ്പോൾ ആദ്യം ഞങ്ങളൊരു പ്ലേറ്റ് ഉണ്ടാക്കി നോക്കി, പിന്നെ അത് റോളാക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആ പച്ചക്കറി അരിഞ്ഞ സമയത്ത് ജസ്റ്റ് അതൊന്ന് പിഴിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്ന പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.